ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളം ഇത് എങ്ങോട്ടാണ്? ഇപ്പോൾ ഞാനൊരു വീഡിയോ കാണിക്കാം. അതിനകത്ത് ഞാനിപ്പോൾ കണ്ടൊരു വീഡിയോ ആണ്. അതിനകത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, സ്കൂൾ വിട്ട് വരുന്ന കുഞ്ഞുങ്ങളുടെ ബാഗിൽ മാതാപിതാക്കൾ ഡെയിലി ചെക്ക് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി. ഓക്കെ, അതിനകത്ത് കാണുന്നതാണ് MDMA മറ്റു കാര്യങ്ങൾ. ഇതിനകത്ത് പലപ്പോഴും പല കുഞ്ഞുങ്ങളും അറിയാതെയാണ് പെട്ടുപോകുന്നത്. താൻ ഇതിൻ്റെ അടിമപ്പെട്ടു പോകുന്നതെന്നോ അല്ലെങ്കിൽ ഇതിനകത്ത് പെട്ടുവെന്നോ പോലും സ്വയം അറിയാതെയാണ് ഇതിനകത്ത് ഓരോരുത്തരും പെട്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കുക. അതുകൂടാതെ ഇതൊക്കെ ചെയ്ത് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്, എനിക്ക് അല്ലാതെ വേറൊരു ഗതിയുമില്ല എന്നും പറഞ്ഞ് ചെയ്യുന്ന അവരോട് എനിക്ക് പറയാനുള്ളൂ, നിങ്ങളൊക്കെ ഇതൊക്കെ ചെയ്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു നേരത്തെ ആഹാരം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആഹാരം കഴിച്ചാൽ അവരുടെ വിശപ്പ് മാറുമോ? ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ദാഹം മാറുമോ? അവർ മരിക്കുമെങ്കിൽ നേരെ ചൊവ്വേ മരിക്കുമോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇത് തന്നെ ചെയ്തിട്ട് മറ്റുള്ള കുഞ്ഞുങ്ങൾക്കല്ല, ഇത് എൻ്റെ കുഞ്ഞിനല്ലല്ലോ സംഭവിക്കുന്നത് എന്ന് വിചാരിച്ച് ചെയ്യുന്നവരോട് ഇതേ പറയാനുള്ളൂ. ഇതുപോലെ ഇനി ഇത് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ പോലീസിന് റിപ്പോർട്ട് ചെയ്യാനെങ്കിലും നിങ്ങൾ ഒരു നിമിഷം പോലും മടിക്കരുത് എന്നാണ് എനിക്ക് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കാണിക്കുന്ന ആ ഒരു ആർജവം ഇത് മറ്റുള്ളവരിലേക്കും ഒരു പ്രചോദനമാകട്ടെ. ഈ വരും തലമുറ വരും തലമുറ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്, നമ്മുടെ ഭാവി. ഈ ഭാവിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ കാട്ടാളന്മാരെ കണ്ടു കഴിഞ്ഞാൽ വെറുതെ വിടരുത്. അവരെ കണ്ടു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. സ്കൂളിൻ്റെ പരിസരത്ത് ഇതുപോലെ എങ്ങാനും ഒന്ന് റിപ്പോർട്ട് ചെയ്യുക കാണുക ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അതിന് ഗവൺമെൻറ് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൂടാതെ ഇതിനകത്ത് അനോണിമസ് ആയിട്ട് നമുക്ക് ആര് കണ്ടു കഴിഞ്ഞാലും നമുക്ക് അനോണിമസ് ആയിട്ട് നമുക്ക് ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ പോലീസിനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ട വഴികൾ തുറക്കട്ടെ. അതിനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരുപാട് ജനസമൂഹത്തിലേക്ക് പ്രചരിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഈ ആർജവത്തെ സല്യൂട്ട് ചെയ്യുന്നു. ജയ് ഹിന്ദ്. അതായത് കഴിഞ്ഞ ദിവസം പത്രം വായിക്കത്തില്ലല്ലോ, നല്ല ശീലമല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം 4ാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടിയുടെ ബാഗ് അമ്മ പരിശോധിച്ചപ്പോൾ 2500 രൂപ വിലയിരുന്ന ഇലക്ട്രോണിക് സിഗരറ്റ് ആ ബാഗിൽ നിന്ന് കിട്ടി. ആ 4ാം ക്ലാസ്സുകാരിയായ 9കാരിക്ക് എവിടെ നിന്നാണ് ഇലക്ട്രോണിക് സിഗരറ്റ് കിട്ടിയത് നമ്മൾ ചിന്തിക്കണ്ടേ? എവിടുന്ന് കിട്ടി? 8ാം ക്ലാസ്സുകാരിയായ ബാഗ് പരിശോധിച്ചപ്പോൾ MDMA. എന്താണ് MDMA അറിയോ? മാരകമായ മയക്കുമരുന്നായിട്ടുള്ള MDMA ആണ് 8ാം ക്ലാസ്സുകാരിയായ ബാഗ് പരിശോധിച്ചപ്പോൾ കിട്ടിയത്. ആ കുട്ടി ആത്മഹത്യ ചെയ്തു. കാരണം എന്താണെന്ന് അറിയണ്ടേ? 8ാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്യുന്ന കാരണം എന്തായി? ആ കുട്ടിയെ ഈ MDMA ചെറുതായിട്ട് കൊടുത്തിട്ട്, ക്രീം ബിസ്ക്കറ്റിനകത്ത് MDMA കൊടുത്തിട്ട് ആ കുട്ടിയുടെ നഗ്നമായ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി ഈ MDMAയുടെ കാരിയറാക്കി മാറ്റി, എന്നുവെച്ചാൽ വിൽപ്പനക്കാരിയാക്കി മാറ്റി. 13ാമത്തെ ദിവസം ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പൊ ഇതൊക്കെ പത്രത്തിൽ വരുന്ന വാർത്തകളാണ്, ഞങ്ങൾ കേസെടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ദയവായി എന്ത് ചെയ്യണം? നമ്മളുടെ മക്കളുമാരെ കെയർഫുൾ ആക്കാൻ വേണ്ടി നോക്കുക. സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും നമ്മുടെ മക്കളുമാരെ വളരെ കെയർഫുൾ ആകണം. അവരുടെ കാര്യങ്ങൾ സംസാരിക്കണം. ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്, അതായത് മക്കളുമാരും അമ്മയും തമ്മിൽ ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കണം. സംസാരിക്കണം, അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ മൊബൈൽ ഫോണുകൾ കൊടുത്ത് കളിപ്പിക്കണ്ട. കൊച്ചു കുഞ്ഞുങ്ങളിപ്പോൾ മൊബൈൽ ഫോൺ കൊടുത്താലേ അവർ ആഹാരം കഴിക്കും. ആ ശീലമേ വേണ്ട. കാരണം കഴിഞ്ഞ ദിവസം കണ്ടോ അമ്മയുടെ കഴുത്തറുത്തത്? 14കാരൻ അമ്മയുടെ കഴുത്തറുത്ത കണ്ടോ?